ഗുഡ് ഗുഡ് മോർണിംഗ്. എൻ്റെ പേര് ലക്ഷ്മി എന്നാണ്. ഞാൻ ക്രൈസ്റ്റ് നഗറിൽ ടീച്ചറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. യോഗ ചെയ്യാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 6 മാസത്തോളമായി. ഈ 6 മാസം കൊണ്ട് എനിക്ക് വന്ന മാറ്റം എന്ന് പറയുന്നത്, അതായത് എനിക്ക് വലുതായിട്ട് ഹെൽത്ത് ഇഷ്യൂസ് അങ്ങനെയൊന്നുമില്ല. പിന്നെ ഒരു ടീച്ചറായത് കാരണം തന്നെ എല്ലാവർക്കും അറിയാവുന്നതാണ്, ഞാൻ ഫുൾ ടൈം നിന്നാണ് ജോലി ചെയ്യേണ്ടത്. അപ്പം ഏർലി മോർണിംഗ് ഒരു 4 മണിയാകുമ്പോൾ എഴുന്നേൽക്കും. പിന്നെ ഒരു 11 മണി വരെ ഉള്ള വീട്ടിലെ ജോലികൾ കാര്യങ്ങൾ. അപ്പോൾ ഇത്തിരി ഫുൾ ടൈം നിൽക്കുന്നത് കൊണ്ട് തന്നെ കാലിനകത്ത് ആ വെരിക്കോസിൻ്റെ ഒരു ചെറിയ ഇഷ്യൂ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ രാത്രി കിടന്നുറങ്ങുമ്പോഴേക്കും കാലിന് തരിപ്പ്, അങ്ങനെ ഒരു ബുദ്ധിമുട്ടാണ്. അല്ലാതെ വേറെ പ്രഷറോ ഷുഗറോ അങ്ങനെ ഒരു ബുദ്ധിമുട്ടും എനിക്ക് ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. അപ്പം യോഗ ചെയ്തതിലൂടെ എനിക്ക് വന്ന മാറ്റം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, മറ്റേത് നമ്മൾ ഒരു ഞാൻ ടീച്ചറായതുകൊണ്ട് തന്നെയും ഒരു പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ടും അവിടുത്തെ ജോലി എന്ന് പറയുന്നത് ശരിക്കും ഒരു ഹെക്ടിക്കായ ഒരു ജോലി തന്നെയാണ്. അതായത് ഫുൾ ടൈം നമ്മൾ ഫുള്ളി എൻഗേജ്ഡ് ആണ്. സ്കൂളിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുൾ ടൈമും വർക്ക് ചെയ്യണം. അതായത് ഓരോ ഫ്ലോറിലായിരിക്കും ഓരോ സമയത്ത് ഓരോ പീരീഡ് ക്ലാസ്. ചിലപ്പോൾ ഫസ്റ്റ് ഫ്ലോറിലായിരിക്കാം, ചിലപ്പോൾ ഗ്രൗണ്ട് ഫ്ലോറിലായിരിക്കാം, പിന്നെ തേർഡ് ഫ്ലോറിലായിരിക്കാം. അപ്പോൾ ഫുൾ ടൈം ഇങ്ങനെ നമ്മൾ എന്തുവാണ് പോസിറ്റീവായിട്ട് തന്നെ നമ്മൾ അവിടെ വർക്ക് ചെയ്യണം. അവിടെ നമ്മൾ വയ്യെന്നോ അല്ലെങ്കിൽ എനിക്കത് ജോലി ചെയ്യാൻ പറ്റൂലെന്നോ അങ്ങനെ ഒരു സിറ്റുവേഷൻ നമുക്ക് അവിടെ ഇല്ല. അതായത് നമ്മുടെ ഹെൽത്ത് വൈസ് നമ്മൾ എപ്പോഴും ഓക്കെ ആയിരിക്കണം. അതായത് അവിടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഫുൾ ടൈമും, അതായത് നമുക്ക് അതിനകത്തൊരു റെസ്റ്റ് എന്ന് പറയാനില്ല. എക്സ്ട്രാ നമ്മൾ ജോലി ചെയ്താലേ അവിടെ നമ്മളൊരു പ്രൈവറ്റ് സ്ഥാപനത്തിൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെ അവിടെ വർക്ക് ചെയ്തിട്ട് ഞാൻ തിരിച്ച് വീട്ടിൽ വരുമ്പോൾ എനിക്ക് ഭയങ്കര ടയേർഡാണ്. ഞാൻ ഫുള്ളി ടയേർഡായിരിക്കും. കാരണം എനിക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ എന്തുവാണ്, വീട്ടിലെ ജോലികൾ ചെയ്യാൻ മടി, മെയിനായിട്ട് മടിയാണ്. വന്നിട്ട് എവിടെയെങ്കിലും കിടന്ന് ഉറങ്ങണം എന്നും പറഞ്ഞിട്ടാണ് ഞാൻ 2 മണിയാകുമ്പോൾ തിരിച്ച് വീട്ടിൽ വരുന്നത്. ചില ദിവസം സ്റ്റേ ബാക്ക് ഉണ്ടായിരിക്കും. അന്ന് നമ്മൾ ചിലപ്പോൾ 5 മണിയായിരിക്കും വരുന്നത്. അപ്പോൾ വന്ന് കഴിയുമ്പോഴേക്കും പിന്നെ എവിടെയെങ്കിലും കിടന്ന് ഉറങ്ങിയാൽ മതി. അതായിരുന്നു എൻ്റെ മുമ്പിലത്തെ ഒരു സിറ്റുവേഷൻ. പക്ഷേ യോഗ ചെയ്യാൻ തുടങ്ങിയപ്പോഴേക്കും അപ്പോൾ എല്ലാവരും എന്നോട് ചോദിച്ചു, ഇതിൻ്റെ ഇടയിൽ കൂടി ഇനി എപ്പോഴാണ് ഈ യോഗയും കൂടെ ചെയ്യുന്നതെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പിന്നെ എന്തായാലും നോക്കാം. കാരണം ഈ വെരിക്കോസിൻ്റെ ഒരു ഇത് തുടങ്ങിയപ്പോൾ തന്നെ എല്ലാവരും എന്നോട് പറഞ്ഞു, എന്തെങ്കിലും ഇത് എക്സസൈസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതായത് ബോഡി മാക്സിമം എത്രത്തോളം സ്ലിം ആക്കി വയ്ക്കാൻ പറ്റുമോ അത്രത്തോളം സ്ലിം ആക്കുക, വണ്ണം കൂട്ടരുതെന്ന് പറഞ്ഞു. അപ്പം പൊതുവേ എനിക്ക് വണ്ണമുള്ള ശരീരപ്രകൃതം അല്ല, എന്നാലും ഉള്ളതിനെ ഇച്ചിരിയും കൂടെ ഒന്ന് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നല്ലതായിരിക്കും എന്ന് പറഞ്ഞു. ശരി. അങ്ങനെ ഞാൻ ഒരുപാട് ആലോചിച്ചു. അപ്പം ഹസ്ബൻഡിനോട് ചോദിച്ചു, ഞാനിങ്ങനെ ജിമ്മിലോ അങ്ങനെ എന്തെങ്കിലും പോട്ടോ എന്ന് ചോദിച്ചപ്പോഴേക്കും ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു, ജിമ്മൊന്നും നിന്നെക്കൊണ്ട് പറ്റുന്നില്ല. കാരണം ഫസ്റ്റ് ഓഫ് ഓൾ പുറത്ത് പോയി അപ്പം നമ്മൾ എന്തായാലും റെഡി ആവണം, പിന്നെ അവിടെ പോകണം ഇവിടെ പോകണം. അപ്പോൾ എന്നോട് പറഞ്ഞു, അതിനേക്കാളും നല്ലത് നീ യോഗ ചെയ്യുന്നതാണ്, നീ യോഗയ്ക്ക് എവിടെയെങ്കിലും പോയി ജോയിൻ ചെയ്യാൻ നോക്കെന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോഴായിരിക്കുമാണ് എൻ്റെ ഒരു റിലേറ്റീവ് ഈ വാട്സപ്പിനകത്തൊരു സ്റ്റാറ്റസ് ഇടുന്നത് ഞാൻ കണ്ടത്. അങ്ങനെ ഞാൻ ടീച്ചറിനെ വിളിക്കും, വിജിത ടീച്ചറിനെ വിളിച്ച് ടീച്ചറിനോട് സംസാരിച്ചു. അപ്പോൾ എന്നോട് പറഞ്ഞു, ഒരു കുഴപ്പമില്ല, ജോയിൻ ചെയ്ത് നമുക്കിതെല്ലാം ശരിയാക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അതിൽ ജോയിൻ ചെയ്തു. ശരിക്കും പറഞ്ഞാൽ ടീച്ചറിൻ്റെ ഒരു സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് എനിക്കിതിൽ ചെയ്യാൻ വേണ്ടത്. കാരണം എപ്പോഴും നമുക്ക് ഈ പറയുന്ന സമയങ്ങളിലൊന്നും കറക്റ്റായിട്ട് നമുക്ക് ക്ലാസ്സിനകത്ത് കയറാൻ പറ്റുക, ചില ദിവസങ്ങളിൽ ഞാൻ വരുന്ന സമയം അനുസരിച്ചിട്ട് എനിക്ക് കയറാൻ പറ്റത്തില്ല. അപ്പോൾ ടീച്ചറിനോട് ചോദിക്കുമ്പോൾ പറയും, എപ്പോഴേലും കയറിയാൽ മതി, ഒന്നിൽ രാവിലെ കയറ് അല്ലെങ്കിൽ വൈകുന്നേരം കയറി, എപ്പോഴാണോ പറ്റുന്നത് അപ്പോഴെല്ലാം എപ്പോഴും വേണമെങ്കിലും വന്ന് ജോയിൻ ചെയ്തോളാൻ പറയും. അങ്ങനെ ടീച്ചർ മാക്സിമം സപ്പോർട്ട് ചെയ്ത് ഞാൻ ഏകദേശം മുടങ്ങാതെ തന്നെ എല്ലാ ദിവസവും ക്ലാസ്സിൽ കയറും. അതെനിക്ക് പറ്റുന്നപ്പോൾ ഞാൻ മെയിനായിട്ടും 7 to 8 ആണ് ജോയിൻ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം ഞാൻ വന്നിട്ട് 8 to 9 o'clock ആണ് ചെയ്യുന്നത്. കാരണം ഇച്ചിരി വർക്ക് കൂടുതലായതാണ്, എനിക്ക് ആ സമയത്തിന് കയറാൻ പറ്റുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ആ സമയത്ത് കയറും. ഞാൻ മെയിൻ മുടങ്ങാതെ തന്നെ, അതായത് എന്തെങ്കിലും അങ്ങ് സിവിയർ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ മാത്രമേ ഞാൻ ക്ലാസ്സിനകത്ത് കയറാതെ ഉള്ളൂ. അല്ലാതെ മോസ്റ്റ്ലി ഞാൻ എന്നും ക്ലാസ്സിന് ജോയിൻ ചെയ്യും. അപ്പോൾ അത് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം എനിക്ക് ഈ എന്തുവാണ് ജോലി ചെയ്യാൻ പറ്റാത്ത ഉള്ള ഒരു സിറ്റുവേഷൻ ഇല്ല. എങ്ങനെയാണെങ്കിലും വീട്ടിലെ ജോലികളെല്ലാം ചെയ്യും. സ്കൂളിലെ ജോലികളാണെങ്കിലും എപ്പോഴും നമുക്ക് എന്തുവാണ് ഒരു പോസിറ്റീവ് വളരെ പ്ലസൻ്റായിട്ട് തന്നെ ചെയ്യാൻ പറ്റും. അത് എനിക്ക് തോന്നുന്നു അത് തന്നെയാണ് ഏറ്റവും വലിയ ഒരു മാറ്റം എനിക്ക് ഫീൽ ചെയ്തത്.
അതായത് നമുക്ക് വയ്യ വയ്യെന്ന് പറഞ്ഞ് നമ്മൾ ജോലി ചെയ്യുന്നതും നല്ല സന്തോഷത്തോടു കൂടി ജോലി ചെയ്യുന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസം ഉണ്ട്. പേഴ്സണലി എനിക്കത് ഫീൽ ചെയ്തു. പിന്നെ നമ്മുടെ കൂടെയുള്ളവരും ചോദിച്ചു തുടങ്ങി. കാരണം വീട്ടിനകത്ത് നമ്മൾ സ്കൂളിൽ പോയി ചെയ്യുന്ന ജോലി മാത്രമല്ല, ഒരു വീട്ടിലാകുമ്പം വീട്ടിനകത്തുള്ള കുക്കിംഗ് ഉണ്ട്, ക്ലീനിങ് ഉണ്ട്. ഇതെല്ലാം ചെയ്യുക എന്ന് പറയുന്നത് ഒരു നിസ്സാരമായ കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ ഇപ്പം എനിക്ക് അതെല്ലാം നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഒരു ക്ഷീണമോ തളർച്ചയോ അങ്ങനെയൊന്നും ഇല്ലാതെ എന്ത് ജോലി ചെയ്യുമ്പോഴും വളരെ സന്തോഷത്തോടു കൂടി ചെയ്യാൻ പറ്റുന്നുണ്ട്. അത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യമായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അതിന് ശരിക്കും ടീച്ചറും ആ യോഗയും എന്നെ ഒത്തിരി സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്.